നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനി പ്ലാനറ്റുകൾ അല്ലെങ്കിൽ ഷാഡോ പ്ലാനറ്റുകളായിട്ടുള്ള രാഹു 3-ാം ഭാവത്തിലും കേതു 9-ാം ഭാവത്തിലും നിൽക്കുന്നവരുടെ പൂർവ്വജന്മ കർമ്മബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ തോട്ട്സ്, അവരുടെ ചിന്താഗതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. 3-ാം ഭാവത്തിലെ രാഹു സെൽഫ് എക്സ്പ്രസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, അല്ലെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ് 3-ാം ഭാവം എന്ന് പറയുന്നത്. 3-ാം ഭാവം എന്ന് പറയുമ്പം ധൈര്യം, വീര്യം, ദുർബുദ്ധി, ഇളയ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്, പരാക്രമം, അവരുടെ കോൺഫിഡൻസ്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ട്രാവലിങ്ങുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ 3-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുക. അപ്പോൾ ആ 3-ാം ഭാവത്തിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹം വരുമ്പം ഉണ്ടാവുന്നത് കമ്മ്യൂണിക്കേഷൻ, രാഹുവിൻ്റെ കാരകത്വത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരും. ഇവർ രാഹുവിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാൻറ്റസി കലർന്ന കമ്മ്യൂണിക്കേഷൻസ്, കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സാധിച്ചെടുക്കണം എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും ഒരു വിഷയം കൂടുതലായിട്ട് എത്തണം എന്ന് മുൻവിധിയോട് കൂടിയിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടന്റ് ക്രിയേഷനുള്ള കഴിവുണ്ടാവും, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ മീഡിയ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുണ്ടാവും. കേതു എന്ന് പറയുന്നത് പാസ്റ്റ് ആകുമ്പം രാഹു എന്ന് പറയുന്നത് പ്രസൻ്റ് അല്ല. അപ്പം നമുക്ക് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റഡ് ആയിട്ട്, രാഹു എന്ന് പറയുമ്പോൾ കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ളതല്ല. അപ്പം പ്രൊപ്പഗേറ്റഡ് ആയിട്ട് ഉള്ള കുറച്ച് ഐഡിയാസൊക്കെ മറ്റുള്ളവരെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനും, അതുപോലെ തന്നെ ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട ഒരു മാനേജ്മെൻറ്റ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരും. ഫാൻറ്റസികളൊക്കെ എഴുതാനും, ഈ ഫാൻറ്റസി റൈറ്റേഴ്സൊക്കെ ഇല്ല, അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്ന മീഡിയയുടെ കോണ്ടന്റ് റൈറ്റേഴ്സും ഒക്കെ ഇതിൽ പെടും. പിന്നെ 3-ാം ഭാവം എന്ന് പറയുന്നത് സഹായം കിട്ടുന്നതും സഹായം കൊടുക്കുന്നതുമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം രാഹു എന്ന് പറയുന്നത് ഏർലി ഏജാണ്. അപ്പം ചെറുപ്പകാലങ്ങളിലൊക്കെ, പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഫ്രണ്ട്സിൻ്റെ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കാനുള്ള ഒരു ഇതുണ്ട്. ആദ്യത്തെ ഒരു ലൈഫിൻ്റെ ഒരു തുടക്കകാലം 35 അല്ലെങ്കിൽ 38 വയസ്സിനുള്ളിൽ വരെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഈ 3-ാം ഭാവം എന്ന് പറയുന്നത് ട്രാവലിംഗ് ഭാവമാണല്ലോ. അപ്പം ട്രാവലേഴ്സിനെ സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് തന്നെ അലയാൻ വിധിക്കപ്പെട്ടവരാണ് 3-ലെ രാഹു നിൽക്കുന്നവരെന്നാണ് പറയുന്നത്. അതായത് കുറച്ചൊന്ന് അലച്ചിലുണ്ടാവും ജീവിതത്തിൽ, കുറേ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ തന്നെ ജോലി, മാർക്കറ്റിങ്ങും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇവർക്ക് പറ്റും. കമ്മ്യൂണിക്കേറ്റിംഗ് ജോലിയും ഒക്കെ പറ്റുന്നതുകൊണ്ട് ഇവർക്ക് ഒരുപാട് അലയേണ്ടതായിട്ടും യാത്ര ചെയ്യേണ്ടതായിട്ടുമൊക്കെ വരാം. അതുപോലെ തന്നെ നല്ല ബോൾഡായിരിക്കും, നല്ല കറേജ് ഉള്ളവരായിരിക്കും. സഹോദരഭാവമാണ് 3-ാം ഭാവം എന്നുള്ളത് കൊണ്ടും അവിടെ രാഹു നിൽക്കുകയും ചൊവ്വയുടെ ദൃഷ്ടിയോ യോഗമോ ഒക്കെ അവിടെ വരികയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടോ സഹോദരങ്ങളുമായിട്ടോ സഹോദരന്മാരുടെ ഭാര്യമാരുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്രിക്ഷൻ ലൈഫിലുണ്ടാവാം. അല്ലെങ്കിൽ ഇളയ സഹോദരിമാരുടെ ഭർത്താവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാവാം കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ, ഇവരുടെ ടാലൻ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരെ നിയന്ത്രിക്കാൻ, മാനേജ്മെൻറ്റ് സ്കില്ല്, ടാലൻറ്റഡ് ഇൻ റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, സ്പീക്കിംഗ്, പല വിഷയങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, ഫീലിങ്സ്, മറ്റൊരാളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ, വേറൊരാളെ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ, കമ്മ്യൂണിക്കേഷൻ വഴി അവരോട് എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ളൊരു കഴിവുണ്ട്. 3-ലെ രാഹുവിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. 3-ലെ രാഹു അസാധ്യ മാനേജ്മെൻറ്റ് സ്കില്ലാണ്. അതുപോലെ തന്നെ ഈ 9-ാം ഭാവത്തിലെ കേതുവും 3-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ തന്നെ ഈ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒക്കെ ഈ 9-ലെ കേതു എന്ന് പറയുന്നത്
പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഗുരുത്വദോഷ യോഗമാണ് അത്. അപ്പം ഈ ധാർമ്മിക് വഴികളോടും സ്പിരിച്വൽ വഴികളോടുമുള്ള ഒരു താല്പര്യം ഇവർക്കുള്ളിലുണ്ടാവും എങ്കിലും ഇവരുടെ പ്രവൃത്തി മൊത്തവും ലോജിക്കൽ കണക്ഷൻ ആയിരിക്കും, മെറ്റീരിയൽ കണക്ഷൻ ആയിരിക്കും, സ്പിരിച്വൽ കണക്ഷൻസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി റൊട്ടീൻസും താൽക്കാലികമായ വിഷയങ്ങളിലുമൊക്കെ ആയിരിക്കും ഇവരുടെ ശ്രദ്ധ. ഇന്ന് ഓഫീസ് ഇത് നാളെക്കുറിച്ച് അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്നുള്ളതാണ്. ഇന്നത്തെ വിഷയങ്ങൾ മാത്രമായിരിക്കും അവരുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ 3-ലെ രാഹു ധൂർത്തുണ്ടാവും. അവരവരുടെ കാര്യത്തിനും അവരവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റീവായിട്ടായിരിക്കും അവരുടെ ധൂർത്ത്. അതുപോലെ തന്നെ നല്ല പിശുക്ക സ്വഭാവവും ആയിരിക്കും. അതായത് 3-ലെ രാഹു ധൈര്യം, വീര്യം, ദുർബുദ്ധി, ഞാൻ പറഞ്ഞല്ലോ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും കൂടി ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും 3-ല് അവർക്ക് വേണ്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും? കൺസിഡർ ചെയ്യില്ല ആരെയും. സെക്ഷുവൽ ഡിസൈഴ്സ്, പെട്ടെന്ന് ഫാൻറ്റസി അല്ലേ രാഹു. അപ്പോൾ ഇവരോട് സംസാരിക്കുകയും ഇവർക്ക് സംസാരിക്കാൻ പറ്റുകയും ഇവരുടെ ഡെയിലി കാര്യങ്ങളിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇവരെ സംസാരിച്ച് വശത്താക്കുകയും ഇവർക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടുകയും ചെയ്യുന്നിടത്ത് പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻഷിപ്പിലേക്കൊക്കെ പെട്ടുപോകുന്ന ആൾക്കാർ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ രാഹു അങ്ങനെയൊക്കെ ചെയ്ത് കളയും. രാഹു അൺകൺവെൻഷനലാണ്. ആ സമയത്ത് ചിലപ്പോൾ ഇവർ വലിയ സ്പിരിച്വാലിറ്റിയും വലിയ എത്തിക്സും വലിയ മൊറാലിറ്റിയും ഒക്കെ പറയും. പക്ഷേ 3-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുന്നത് അൺകൺവെൻഷനലായിട്ടുള്ള സൗഹൃദങ്ങൾ, അതേപോലെ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും സഹോദരനും പരാക്രമവും ഒക്കെ ഈ ഭാഗമാണല്ലോ. അപ്പോൾ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒക്കെ ഇവിടെ വർക്ക് ചെയ്താൽ, അതാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ റോങ് വഴിയിലൂടെ ആയിരിക്കും ഇവരുടെ യാത്രകൾ. മറ്റുള്ളവരെ ഒന്നും കൺസിഡറേ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ 3-ാം ഭാവത്തിനൊരു റിസർച്ച് സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പല റിലേഷൻഷിപ്സും എക്സ്പെരിമെൻ്റലായിരിക്കും. ഇവർക്ക് സ്നേഹത്തെക്കാട്ടിലും കൂടുതൽ അതിനെ ഒന്ന് അറിയാനും ആ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി മാത്രം ആവുകയും ചെയ്യും. എല്ലാവരെയും അല്ല, പൊതുവെ അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് ഇതിന് വരുന്നതും കണ്ടിട്ടുണ്ട്. 3-ാം ഭാവം സപ്പോർട്ട് കിട്ടുന്ന ഭാവമല്ലേ. സപ്പോർട്ട് ചെയ്തവരെല്ലാം മറന്നു പോവുക. അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇവരുടെ വളർച്ചയ്ക്കനുസരിച്ച് തങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ എല്ലാം മറക്കുകയും പുതിയ ആൾക്കാർ പുതിയ മെറ്റീരിയൽ വലിപ്പത്തിനനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുകയും ഇവരുടെ പഴയ കാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തവർ ചിലപ്പോൾ ആ ഒരു തലത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത്, സാധാരണക്കാരായിരിക്കും. അപ്പോൾ അവരോടൊരു പുച്ഛവും ഒരകൽച്ചയും, പച്ചയ്ക്ക് പറഞ്ഞാൽ നന്ദിയില്ലായ്മ ഒരു 3-ലെ രാഹുവിൻ്റെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഹൊറൈസോണുകളിലേക്ക് ചേക്കേറാനുള്ള മനോഭാവം, പെട്ടെന്ന് സ്വിച്ച് ആവാനുള്ള മനോഭാവം, ട്രഡീഷണൽ ആണെന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഭക്തിയുടെ മൂർധന്യാവസ്ഥയിലേക്ക് വരും. ചിലപ്പം സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലപ്പോൾ സ്പിരിച്വലായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തും, ചിലപ്പം ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യും, ചിലപ്പം ഹൈലി സ്പിരിച്വൽ ആണെന്നൊക്കെ തോന്നിപ്പിക്കും. വാസ്തവത്തിൽ 3-ലെ രാഹു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിലൊന്നും വലിയ പ്രാധാന്യം, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ താനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പേരുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില സിഗ്നേച്ചേഴ്സ് മാത്രമാണ് അവരുടെ ഈ സ്പിരിച്വാലിറ്റി പോലും. അതാണ് ധർമ്മഭാവമായിട്ടുള്ള 9-ാം ഭാവത്തിൽ കേതു വരുമ്പം 3-ൽ രാഹുവും കൂടെ വരുമ്പം ധൈര്യം, വീര്യം, ദുർബുദ്ധി, സ്വന്തം തീരുമാനങ്ങൾ പലപ്പോഴും ധർമ്മവിരുദ്ധമായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ലൈഫിൻ്റെ സെക്കൻഡ് ഹാഫിന് ശേഷം ഇവരെ സ്വാധീനിക്കുന്നതും വേട്ടയാടുന്നതും. അതുപോലെ തന്നെ രാഹു 3-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ സാധാരണ ആൾക്കാരുടെ ലെവലിലേക്ക് ചിന്തിക്കുമ്പം രാഹുവും പലപ്പോഴും ഗോസിപ്സിൻ്റെ ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ മേളിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു തരത്തിലെ കാരുണ്യം കാണിക്കാതിരിക്കുക. ഈവൻ ഇങ്ങനെയുള്ളവർ ഒരു ട്രാഫിക് ഇതിലൂടെ പോവുകയാണെന്ന് വെച്ചു, ആ സമയത്ത് സിഗ്നലിനെ കുറ്റം പറയുക,
അപ്പുറത്തുള്ള ആൾക്കാരെ കുറ്റം പറയുക, ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, ഇനി ആരെങ്കിലും പുറകിൽ നിന്നൊരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുക. പക്ഷേ ട്രാഫിക് അത് ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ മൊത്തത്തിൽ അതിൽ നമ്മളും ഒരു ഭാഗമാണ്. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതുമൊക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ ചെറുപ്പകാലങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഈ 3-ാം ഭാവത്തിലെ രാഹുവിനൊരു എടുത്തിയാട്ടമുണ്ട്. ആ എടുത്തുചാട്ടവും ഈ അൺകൺവെൻഷണലായിട്ടുള്ള ഈ രീതികളും ധൈര്യവും വീര്യവും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കുണ്ടാകുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളും ആ വൂണ്ടുകൾ ഹീലാവാത്തത് കൊണ്ട് പിന്നീട് ഇവരാരെയും കൺസിഡർ ചെയ്യാത്തത് കണ്ടിട്ടുണ്ട്. ആരുടെയും ഫീലിങ്സിനൊരു വിലയില്ലാത്തതും, അല്ലെങ്കിൽ ആരുടെയും ഒരു മറ്റുള്ളൊരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഇല്ലാത്തതൊക്കെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും ലൈഫിലും ഉടനീളവും. എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കും ലൈഫിൻ്റെ. ഇവരുടെ ഒരു സിദ്ധാന്തങ്ങളും ഇവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻസ്, ഇവർക്ക് കിട്ടുന്ന നല്ല നല്ല ഒരു കാര്യം, ഇവരുടെ അച്ചീവ്മെൻറ്റ്സും ഇവരുടെ മൈൻഡ് എക്സ്പ്രഷൻസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റും ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ഇവരുടെ ഡിസൈഡ്സും തമ്മിൽ എപ്പോഴും ഒരു ചേർച്ചയില്ലായ്മ ഒരു കോൺഫ്ലിക്റ്റ് വരും. അതുപോലെ തന്നെ ഇവരും ഇവരുടെ ഇൻലോസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. അല്ലെങ്കിൽ ഇവരുടെ കുടുംബവും ഇൻലോസുമായിട്ട് ഉള്ള പ്രശ്നത്തിൽ ഇവർ പെട്ടുപോകും. അല്ലെങ്കിൽ ഇവരുടെ രീതികൾക്കനുസരിച്ച് ഇവരുടെ ഇൻലോസിൻ്റെ രീതികളെ ഇവർക്ക് ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെ സൗഹൃദങ്ങൾ ഇവരുടെ വീടുമായിട്ട് ശരിയാവില്ല, അല്ലെങ്കിൽ സൗഹൃദങ്ങളും ഇവരുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ ആ ഫാമിലിയായിട്ട് ശരിയാവില്ല. തിരിച്ചും ഭാര്യയുമായിട്ട് ഇവരുടെ സൗഹൃദങ്ങൾ ശരിയാവത്തില്ല. അങ്ങനെ പല തരത്തിലുള്ള എപ്പോഴും എൻവയോൺമെൻറ്റും ഇവരും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ അറിവുകളും ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, ഇവരുടെ ഡിസയറും ഇവരുടെ സർട്ടിഫിക്കേഷൻസും ഇവരുടെ ജോലിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ സ്വഭാവവും, അതുപോലെ അത് നേടിയെടുക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു സൂപ്പർഫിഷ്യൽ ഇൻ്റലക്ച്വലിസം ഉണ്ട്. സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം, അതും ഇവരുടെ ആഗ്രഹങ്ങളും കൂടെ ഒരിക്കലും ചേരത്തില്ല. എപ്പോഴും ഒരു രണ്ട് വശമുണ്ടാവും അതിന്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇവർ ഒരുപാട് അറിവുള്ളവരാണെന്നും ഇവർക്ക് ഒരുപാട് കഴിവുള്ളവരാണെന്നും ഒക്കെ ഇവരുടെ സംസാര രീതികളും ഇവരുടെ പ്രസൻറ്റേഷൻസും ഇവരുടെ ഇതുകൊണ്ടുമൊക്കെ നമുക്ക് തോന്നും. 3-ാം ഭാവം ഈഗോയും കൂടെ കേട്ടോ. 3-ാം ഭാവത്തിന് മനസ്സിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. 3, 4, 5 ഈ 3 ഭാവങ്ങൾ നശിച്ചു പോയ ഒരാളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. 3, 4, 5 ഭാവത്തിൻ്റെ അധിപന്മാർക്ക് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാനസിക പ്രശ്നങ്ങൾ എപ്പോഴും ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. ഇവർക്കൊരു ഹ്യൂമൻ കൺസിഡറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 3-ലെ രാഹു എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള മനസ്സാണ്. 5-ാം ഭാവം സബ് കോൺഷ്യസും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ കൊണ്ടുപോകും. കൃത്യസമയത്ത് ഫുഡ്, അല്ലെങ്കിൽ കൃത്യ ടൈമിങ് സെറ്റ് ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ ഫുഡ് തീർക്കണം, കുക്കിങ് കഴിയണം, ഇത്ര ടൈമിനുള്ളിൽ വാഷിങ് കഴിയണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത്. ഇപ്പോൾ ഒരു ട്രാവലിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് പോകണം, കൃത്യമായിട്ട് അതെല്ലാം മാനേജ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് എടുത്ത് വെച്ച് കൊണ്ടുപോവുകയും ചെയ്യും. 3-ാം ഭാവം യാത്രയുടെ ഭാവം കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ രാഹു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അടിച്ചുപൊളി യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അത് പറ്റിച്ചിട്ട് പോകുന്ന ചില യാത്രകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവണ്ണാമലയിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗോവയിൽ പോവുക, സൈലൻറ്റ് മെഡിറ്റേഷന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കറങ്ങൽ ഡേറ്റിങ്ങിന് പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 3-ലെ രാഹു ചെയ്യിക്കും. അതായത് 3-ലെ രാഹു പുറമേ ഒരു നന്മമുഖമൊക്കെ കാണിച്ച് ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കൊടുത്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റും അത് വിശ്വസിക്കത്തക്ക രീതിയിലുള്ളൊരു സെറ്റപ്പ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുടേതായ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എടുത്തു ചാടുകയും ചെയ്യും. ഇവർ അതിഭീകരങ്ങളായിട്ടുള്ള സംഭവങ്ങളായിട്ട് മറ്റുള്ളവരെ കാണിക്കുമെങ്കിലും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരങ്ങനെ ആയിരിക്കത്തില്ല. മുമ്പേ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാൻ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി ഒക്കെ ഇവർക്കൊരു ഫ്രീഡം വേണം. ഈ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പം എക്സ്പ്രഷന് ഒരു ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് 3-ലെ രാഹുവിന്
പഠിക്കേണ്ട പാഠം. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന, നമ്മൾ ഇടപെടുന്ന വിഷയത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുക, ഒന്ന്. നമ്പർ 2, സെൽഫിഷ്നെസ് കൊണ്ട് നേടിയെടുക്കുന്നതെല്ലാം വലിയ സഫറിങ്ങിലേക്കും അതുപോലെ തന്നെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഭാഗ്യമാണ് 9-ാം ഭാവം. അപ്പം ഭാഗ്യം നശിപ്പിക്കുന്ന വിധത്തിലേക്ക്, കാരണം 9-ൽ കേതുവാണല്ലോ. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന സബ്ജക്റ്റുകളാണ് പ്രസൻറ്റിൽ നമ്മളൊക്കെ ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സെൽഫിഷ്നെസ് കൊണ്ട്, നമ്മുടെ ആ ഒരു സ്വാർത്ഥത കൊണ്ട്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട്, ഹ്യൂമൻ ക്വാളിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്കും ആ ഒരു സെൽഫിഷ്നെസ് രാഹുവാണ്. കുറച്ച് പോവും ഇത്, അത് കഴിഞ്ഞാൽ പിന്നെ തല പോവും, പിന്നെ അത് നടക്കത്തില്ല. കുറച്ചത് കൊണ്ടുപോകും, ഒരു 38-39 വയസ്സ് വരെ കൊണ്ടുപോകും. പിന്നെ രാഹു കേതുക്കൾ ഒരു ലൈഫിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കാണ് ഒരു ട്രാൻസ്ഫറിങ് തരുന്നത്. അപ്പം ഈ ഭാവം 3ഉം 9ഉം ഭാവം നിങ്ങൾക്കൊരു 39-40 വയസ്സിന് ശേഷം വർക്ക് ചെയ്ത് തുടങ്ങുമ്പം അതിന് മുമ്പ് ചെയ്തു വെച്ചിരുന്ന വിഷയങ്ങളുടെ ഫലങ്ങളായിരിക്കും അവിടെ വരുന്നത് എന്നുള്ളതും കൂടി ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കുറേ വർഷം ജീവിച്ച ശൈലികളും രീതികളും ലൈഫിൻ്റെ എക്സ്പ്രഷൻസും എല്ലാം പിന്നീട് മറ്റുള്ളവർക്ക് വിലയില്ലാതായിപ്പോവും. ഒരാളുടെ ട്രസ്റ്റ്, ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരാളുടെ ഹ്യൂമാനിറ്റി, ഒരാളുടെ ലോയലിറ്റി, ഇതൊക്കെയാണ് അയാളുടെ വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത്. ഇതൊന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ തല പോലും രാഹു അല്ലേ, തിരിച്ചറിയുമ്പം അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു 0 ആയിപ്പോവും, വട്ടപൂജ്യമായിപ്പോവും. എന്ത് വ്യക്തിത്വമാണ് എന്നുള്ള രീതിയിൽ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് തോന്നും, അയ്യേ എന്നുള്ളൊരു അവസ്ഥ നമുക്ക്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ചെറുപ്പകാലങ്ങളിൽ നിന്നും തന്നെ ശീലിക്കുകയും വേണം. 3-ലെ രാഹുവും 9-ലെ കേതുവുമുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളെ കുട്ടിക്കാലം മുതലേ ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം എന്ന് പറയുന്നത്, നല്ലൊരു പരിധി വരെ ഇവരുടെ ഒരു എൻവയോൺമെൻറ്റ്, ഇവർ ചിലപ്പം വ്യാഴമൊക്കെ നന്നായിട്ട് ബലപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നേച്ചർ ഉണ്ടാവും, നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പക്ഷേ 3-ൽ രാഹു നിൽക്കുന്നവർക്ക്, 9-ൽ കേതു നിൽക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണം കൊണ്ട് പറയുകയാണ്, കുട്ടികൾക്കൊക്കെ വീട്ടിൽ അച്ഛനമ്മമാർ നല്ലൊരു പേരൻറ്റിങ് കൊടുക്കണം. പ്രത്യേകിച്ച് ആരെയും ഉപദ്രവിച്ച് അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിച്ച്, എന്ത് ദുരഭിമാനത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും എന്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞു കൊടുക്കണം. കേതു 9-ൽ നിൽക്കുമ്പം പൂർവ്വജന്മത്തിലെ പാത്തിലും കാർമിക് കണക്ഷനാണല്ലോ, ഡെപ്റ്റാണല്ലോ 9th കേതു. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഗുരുനിന്ദ ചെയ്തതിൻ്റെയും അച്ഛനെ നന്നായിട്ട് ഉദ്രവിച്ചതിൻ്റെയും മെൻറ്ററിങ് ചെയ്തിട്ടുള്ള, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെൻറ്ററായിട്ടിരുന്ന ആൾക്കാരെ ഉദ്രവിച്ചതിൻ്റെയും അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാക്കിയതിൻ്റെയും, അതുപോലെ തന്നെ ധർമ്മ വ്യതിചലനം, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മച്യുതി വരുത്തുകയും ചുറ്റുപാട് നിൽക്കുന്ന ഒരുപാട് പേരുടെ ശാപം ഏറ്റുവാങ്ങുകയും ചെയ്തതിൻ്റെയും, അതുപോലെ തന്നെ അച്ഛൻ, ഗുരു, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ എല്ലാം തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെയും ഒക്കെ ഒരു പ്രകൃതിയുടെ ഒരു പണിഷ്മെൻ്റാണ് ശരിക്കും 9-ലെ കേതു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജന്മം എത്ര പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാലും ദർ ഇസ് എ ചാൻസ് ഫോർ പ്രോബ്ലംസ് ഇൻ മാരേജ് ലൈഫ്. അതായത് ഫാദർ ഇൻ ലോയിൽ നിന്നുമൊക്കെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങൾ എല്ലാവരെയും മറന്നുകൊണ്ട് നിങ്ങളുടെ ഗോളിൽ മുന്നോട്ട് പോകുമ്പം നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സിൽ നിന്നോ ഒക്കെയുള്ള ചീറ്റിങ്, ഫിനാൻസ് വെച്ചിട്ടുള്ള കൂട്ടുകച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പിലുള്ള ചതികൾ, അതുപോലെ തന്നെ അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരിൽ നിന്നോ ഒക്കെ കിട്ടേണ്ടിയിരുന്ന പല ഗുണാനുഭവങ്ങളും കിട്ടാതെ വരികയും അച്ഛൻ്റെ വീട്ടുകാരിൽ നിന്നും അച്ഛൻ്റെ പരദേവതയിൽ നിന്നുമൊക്കെയുള്ള അകൽച്ചകൾ, ഇതെല്ലാം 9-ലെ കേതു തരാൻ സാധ്യതയുള്ളതാണ്. 9-ാം ഭാവം എന്ന് പറയുന്നത് ഗുരുവാണ്.
യൂണിവേഴ്സിൽ നിന്നും കിട്ടേണ്ട അറിവുകളാണ്. നമ്മുടെ നേച്ചർ തരുന്ന പല അറിവുകളുണ്ട്. നേച്ചർ ഒരു ഗുരുവല്ലേ, നമ്മുടെ ജീവിതാനുഭവങ്ങളല്ലേ. പക്ഷേ ഇതിൽ നിന്ന് എത്ര കിട്ടിയാലും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും ഇവർ ഡേ ടു ഡേ ലൈഫിൽ, പ്രസൻറ്റ് ലൈഫിൽ ഫോക്കസ്ഡ് ആവും. അപ്പം നമ്മൾ തമാശയ്ക്ക് പറയുന്നത് ഇവൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന പോലെയാണ് ലൈഫ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കുകയും നന്നാവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഗുരുത്വദോഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ജന്മം വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഈ 9ാം ഭാവത്തിലും കേതുവിനോടൊപ്പം ഏതെങ്കിലും ഒരു നീചഗ്രഹവും കൂടി നിൽപ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 6, 8, 12 ഭാവാധിപനും കൂടി ഈ കേതുവിനോടൊപ്പം യോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ കേതു നിൽക്കുന്ന നക്ഷത്രാധിപൻ നീചനാണ് എങ്കിൽ ആ നക്ഷത്രാധിപൻ്റെ കാരകത്വത്തിലുള്ള വിഷയം, അല്ലെങ്കിൽ യോഗം ചെയ്തിട്ട് നീചനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇമോഷൻസിൻ്റെയും ഒക്കെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിങ്ങിൻ്റെ പുറകിന് പോകുമ്പം റിലീജിയസ് ഫിലോസഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിലോസഫി ആയിക്കോട്ടെ, നിരീശ്വരവാദമായിക്കോട്ടെ, ഏത് ഫിലോസഫി ആയിക്കോട്ടെ, അതൊക്കെ മറന്നിട്ട് ഫോർബിഡൻ ഫാൻറ്റസികളുടെയൊക്കെ പുറകിലങ്ങ് കുടുങ്ങിപ്പോവും. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള, ശരിക്കും ഉള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും ഈ ഫാൻറ്റസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരം താഴ്ന്നു പോവുകയും ചെയ്യും. 9 കേതു എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്ലക്സ് ഓഫ് ലൈഫാണ്. പല തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെയാണ് ലൈഫ് പല സമയങ്ങളിലും. പക്ഷേ നിങ്ങൾ പുറത്ത് കടക്കണം അതിൽ നിന്നും. കാലക്രമേണ വിശ്വസിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ടാവും. പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും മൊത്തത്തിലെ ഒരു വൈരാഗ്യവും ഒരു ദേഷ്യവും ഒക്കെയായി മാറുന്നതും പലരുടെയും ജീവിതം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരോട് എന്തും പറയാനുള്ള ഭയം, പേടി, ജീവിതത്തോട് തന്നെ ഭയം, എല്ലാം കുഞ്ഞു കാര്യങ്ങളെ, ജീവിതത്തെ വളരെ, ബന്ധങ്ങളെ, ജീവിതത്തെയും മനുഷ്യനെയും എല്ലാം വളരെ സില്ലിയായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്താം. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും ഇല്ലാതെ ഉള്ളതെല്ലാം നല്ല സമയങ്ങളിൽ നശിപ്പിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിലും ഭയവും ജീവിതത്തിൻ്റെ ഒരു അൺസർട്ടിനിറ്റിയും ഒക്കെ നിമിത്തം തിരിച്ചറിയാൻ പറ്റാത്ത മാനസിക തലങ്ങളിലൂടെ കടന്നു പോകും. നമ്മൾ പറയത്തില്ലേ മഞ്ഞ് മൂടിക്കിടക്കുന്നു എന്ന്. മഞ്ഞ് മൂടിക്കിടക്കുന്ന കുറേ അവസ്ഥകളിലൂടെ ഒരു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും സ്വയം ചോദിച്ചുകൊണ്ട് നീറി അവസാന കാലഘട്ടങ്ങളിൽ ചന്ദ്രസൂര്യന്മാർ രാഹുകേതുക്കളുടെ ഇടയിൽപ്പെട്ട് ഗ്രഹണം ബാധിച്ചതുപോലെ ജീവിതം അവസാനിക്കുന്ന പലരെയും കാണാൻ പറ്റി. അത് ആ 3 രാഹുവും 9 കേതുവിനെയും കുറിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 9 കേതു എന്നൊക്കെ പറയുന്നത് നോ റിട്രീറ്റ് ഫ്രം ദ കേതുസ് മിസ്റ്ററി. അതിനകത്തു നിന്നൊന്നും പുറത്ത് ചാടാൻ പറ്റില്ല. ധർമ്മബോധമുള്ള ഒരു ജീവിതം, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് തള്ളുന്ന ഒരു രീതി, പ്രശ്നങ്ങളിൽ കൺസിഡർ ചെയ്തില്ല. എന്നെ ആരും കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനും ആരെയും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള തോട്ട് പ്രോസസ്സുകൾ, അതിനെയൊക്കെ ആരാണോ ഓവർകം ചെയ്യുന്നത്, ഈ ചില പാഠങ്ങൾ ജീവിതത്തിൻ്റെ തുടക്കകാലത്തുണ്ടാവും. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം, നല്ലൊരു ധർമ്മബോധമുള്ളൊരു ലൈഫ് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഭംഗിയാവാനും നല്ലൊരു ജീവിതം കിട്ടാനുമൊക്കെ പറ്റും. എൻ്റെ വ്യക്തിപരമായിട്ട് ഉള്ളൊരു അനുഭവം വെച്ചിട്ട് എനിക്കിപ്പം 36 വയസ്സ് കഴിഞ്ഞ് 37 വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഹൊറോസ്കോപ്പ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഇപ്പം ഞാനൊരു 10-25,000 ഹൊറോസ്കോപ്പിന് മേളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പല അത്രയും മനുഷ്യരെ ഞാൻ കണ്ടുപോയിട്ടുണ്ട്. കൺസൾട്ടേഷൻ ആണെങ്കിലും അല്ലാതാണെങ്കിലും ഒരുപാട് പേരുടെ ഞാൻ തുടക്കകാലത്തൊക്കെ ഒരുപാട് പേരുടെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾ, ഇപ്പം ഈ 10-16 വർഷങ്ങൾ കൊണ്ട് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും സ്വാർത്ഥതയുള്ള വ്യക്തി എന്ന് പറയുന്നത് 3 രാഹു ഉള്ളതാണ്. നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇപ്പം ഞാൻ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഠിപ്പിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായമൊന്നും നോക്കത്തില്ല. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ വല്ലതൊക്കെ പറയും. അപ്പം ആ ദേഷ്യപ്പെടുന്ന ആളിനോട് പോലും, നമ്മൾ ആ വ്യക്തിയോട് പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തെ ഒരു സ്നേഹം
നമുക്ക് തോന്നും അയ്യോ പറയേണ്ടത്. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കെയറിങ് നമ്മൾ കൊടുക്കും. അപ്പം അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് കലിയുഗമാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്നു, അച്ഛനമ്മമാരെ കൊല്ലുന്നു, വേറെ പുതിയൊരു കാമുകനെ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്നു, ഒരാളെ സ്നേഹിക്കുന്നു, അതിനേക്കാട്ടിലും നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വേറൊരാളെ കിട്ടുമ്പോൾ അയാളെ സ്നേഹിച്ച് അയാളെ കല്യാണം കഴിക്കുന്നു, എന്നിട്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടി വേറൊരാളെ സ്നേഹിക്കുന്നു, അതിനുശേഷം അയാളെ എല്ലാവരെയും ഒരുമിച്ച് പറ്റിക്കുന്നു, എന്നിട്ട് അവരെ പതിവ്രതയെന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കലിയുഗം പോകുന്നു എന്നുള്ളതാണ്. 3-ലെ രാഹു മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പല ഗ്രഹങ്ങളും, വ്യാഴം ഉൾപ്പെടെയുള്ള നമ്മുടെ വിസ്ഡത്തിന് ശക്തി തരുന്ന വ്യാഴം, ശുക്രൻ, ഇതൊക്കെ ബ്രാഹ്മണ ഗ്രഹങ്ങളാണ്. ഇവരുടെയൊക്കെ ബലം ഒരാളുടെ വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും, അയാളുടെ സോൾ ക്വാളിറ്റിയെ സ്വാധീനിക്കും. അപ്പം ഇത്രയൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കണ്ട ജാതകങ്ങളിൽ നിന്നും ഇടപെട്ട മനുഷ്യരിൽ നിന്നുമൊക്കെ ആണ് ഞാനിത് പറഞ്ഞത്. ഇതിൽ എടുക്കാവുന്നത് എടുക്കുക, നിങ്ങൾക്ക് യോജിക്കാത്തത് തള്ളിക്കളയുകയും ചെയ്ത് മുന്നോട്ട് പോവുക. ഈ 9 ഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസും നമ്മളെ സഹായിക്കും. അതിൻ്റെ ആകത്തുകയാണ് ജാതക ഫലം എന്ന് പറയുന്നത്. ഇത് പക്ഷേ 3-ൽ രാഹു നിൽക്കുമ്പോൾ 9-ൽ കേതു നിൽക്കുമ്പോൾ ഈ 2 ഗ്രഹങ്ങൾ ഒരിടത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഫലം മാത്രമാണിത്. ഇതിനെ മറ്റ് ഗ്രഹങ്ങളെ സ്വാധീനിക്കുമ്പോൾ ജനനസമയത്തിനനുസരിച്ച് മറ്റ് സ്വാധീനങ്ങൾ വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഫലങ്ങളും വരും. അങ്ങനെ സ്വാധീനിച്ച കുറേ മനുഷ്യരുടെ പേരുകൾ വളരെ ജീവിതത്തിൽ 3-ലെ രാഹുവും 9-ലെ കേതുവായിട്ട് ജനിച്ചിട്ട് വിജയിച്ച, പല മേഖലകളിൽ വിജയിച്ച പലരുടെയും പേരുകളും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.